അപ്പോൾ ഇന്ന് പുട്ടുപൊടിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുപൊടി കടയിൽ നിന്നല്ലേ വാങ്ങിക്കണേ, അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കും. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ പൊടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അരി ഇച്ചിരി നേരം കുതിരാനാണ്, ഒരു 10 മിനിറ്റ് കുതിർന്നാൽ മതി. എന്നിട്ട് കൊട്ടയിൽ എന്തിലെങ്കിലും ഊറ്റി വെച്ച് ആ വെള്ളം നല്ലപോലെ പോകണം കേട്ടോ. നല്ലപോലെ വെള്ളം പോയിട്ട് അത് പൊടിച്ചെടുക്കണം. നമ്മുടെ സാധാ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഒരുവിധം നല്ലപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. ഒരു 2 അടിക്ക് തന്നെ നല്ലവണ്ണം പൊടിഞ്ഞ് കിട്ടും. പിന്നെ ഒന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെ ഒന്നും കൂടി അടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അത് നമുക്ക് വറക്കാൻ വെക്കാം. ഞാൻ മിക്കവാറും പുട്ടുപൊടി ഇങ്ങനെ ഉണ്ടാക്കാറുള്ളത്, കടയിൽ നിന്ന് വാങ്ങിക്കൽ കുറവാണ്. ഈ പുട്ടിന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടി പോലെയല്ല, നല്ല ടേസ്റ്റാണ്, അതുപോലെ സോഫ്റ്റുമാണ്. മറ്റേത് ഒരുപാട് വെള്ളം ഒഴിച്ച് പൊങ്ങി വരും, പക്ഷേ ഇത് അങ്ങനെ വരത്തില്ല. പക്ഷേ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇത് വറുത്ത് കഴിഞ്ഞ് എപ്പോഴാണ് മൂക്കണേ അങ്ങനെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. എനിക്കിതുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു ട്രിക്കുണ്ട്. നമ്മൾ പുട്ടുപൊടി വറുത്ത് കഴിഞ്ഞാൽ അത് ഇതായെന്നറിയാനായിട്ട് ഒരു സ്മെല്ല് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ പുട്ട് ആവിയിൽ വേകുമ്പോൾ തന്നെ സ്മെല്ലില്ലേ, അതുപോലത്തെ സ്മെല്ല് വരും. അപ്പോൾ അത്രയും നേരം നമ്മൾ വറക്കണം. അപ്പോൾ ആ ഒരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂത്തിട്ടുണ്ട് പൊടി. അപ്പോൾ ഇറക്കി വെക്കാം. അപ്പോൾ ഞാൻ പൊടിയൊക്കെ വറുത്ത് കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ടോ, ഇറക്കിയില്ല, അവിടെ തന്നെ വെച്ച് ഇങ്ങനെ ആവി പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി വിടവിട്ട് തുറന്ന് വെക്കണം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നല്ല തണുത്തൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒന്നും കൂടി ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ട് കെട്ടിയതൊക്കെ നല്ല പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുട്ടിന് നനക്കാം. പുട്ടിന് നനക്കുമ്പോഴും ശ്രദ്ധിക്കണം, മറ്റേ പുട്ട് പോലെ വെള്ളം അങ്ങ് കോരി ഒഴിച്ച് നനക്കരുത്, കുളമായി പോവും. ഇത്തിരിച്ച് വെള്ളം ഒഴിച്ച് പയ്യെ നനച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് മറ്റേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ പൊടിയല്ലല്ലോ, നമ്മൾ പൊടിച്ച പൊടി ആയതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുത്തില്ലെങ്കിൽ മൊത്തം കുളമായി പോകുന്ന പറഞ്ഞാൽ വെള്ളം കെട്ടിപ്പോവും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് ആ പരുവത്തിലാക്കി എടുക്കും. ഈ പുട്ടിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ പുട്ടിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുട്ടുപൊടിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.